സർ, എൻ്റെ സുഹൃത്ത് ദീപക് ലാൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം പഠിച്ചതും തുടർന്ന് പ്രാക്ടീസ് ചെയ്തതെല്ലാം അബ്രോഡ് ആയതുകൊണ്ടായിരിക്കാം. എങ്കിലും പറയാം, ഇന്ത്യയിലെ പോളിസി അനുസരിച്ച് വി ഗിവ് മോർ ഇമ്പോർട്ടൻസ് ടു എവിഡൻസ് ദാൻ വിറ്റ്നസ്. പ്ലീസ് റിമൈൻഡ് ഇറ്റ്, അഡ്വക്കേറ്റ് ദീപക് ലാൽ. ഒബ്ജക്ഷൻ മൈ ലോർഡ്. അപ്പോൾ ഇന്ത്യയിലെ നിയമവ്യവസ്ഥ ദൃക്സാക്ഷിയുടെ മൊഴിക്ക് പ്രാധാന്യം നൽകുന്നില്ലെന്നാണോ? അഡ്വക്കേറ്റ് ദീപക് ലാൽ, യു നീഡ് ടു കൺട്രോൾ യുവർ ആങ്കർ ആൻഡ് ഫോർ യുവർ ഇൻഫർമേഷൻ. ഒരു ദൃക്സാക്ഷിയുടെ മൊഴിക്ക് അർഹിക്കുന്ന പ്രാധാന്യം കോടതി നൽകുന്നുണ്ട്. എന്നാൽ വെറുമൊരു ദൃക്സാക്ഷിയുടെ വാക്കുകളിൽ മാത്രം വിശ്വസിച്ച ഈ കേസിന് വിധി പറയാൻ കോടതിക്ക് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിലെ ഏക ദൃക്സാക്ഷിയായ മിസ്റ്റർ ജീവൻ എന്ന ഷോപ്പ് ഉടമയെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഈ കോടതി ഉത്തരവിടുന്നു. ഈ കേസ് അടുത്ത മാസം 10-ാം തീയതിയിലേക്ക് താൽക്കാലികമായി മാറ്റിവെച്ചിരിക്കുന്നു. ഹേയ് ശ്രേയസ്. യെസ്. ഗുഡ് മോർണിംഗ് ഗൗതം. ഗുഡ് മോർണിംഗ്. എന്തായി കേസിൻ്റെ അപ്ഡേറ്റ്? ഗൗതം, ടു ബി ഹോണസ്റ്റ്, ശരിക്കും ടെൻഷൻ അടിച്ചു. അഡ്വക്കേറ്റ് ദീപക് ലാൽ, ഹീ ഈസ് നോട്ട് എ ടിപ്പിക്കൽ. അവൻ്റെ ചിന്താഗതി നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. അവൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ, ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത നിസ്സാരമെന്ന് കരുതിയ പല പോയിൻറ്റ്സും തിരിച്ചും മറിച്ചും അവൻ ചോദിച്ചു. എന്നെ തന്നെ കൺഫ്യൂസ്ഡ് ആക്കി. പിന്നെ നമ്മളെപ്പോലെ ഇന്ത്യയിലല്ലല്ലോ അവൻ്റെ പ്രാക്ടീസിങ്. അതുകൊണ്ടായിരിക്കണം നമ്മളൊട്ട് എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് അവൻ ചിന്തിക്കുന്നത്. എനിവേ, ഒരു വിധത്തിൽ ഞാൻ പിടിച്ചു നിന്നു. ഹിയറിംഗ് നെക്സ്റ്റ് മന്തിലേക്ക് പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഹിയറിങ്ങിന് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അവൻ്റെ ക്വസ്റ്റ്യൻസിന് മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? ശ്രേയസ്, ഐ തിങ്ക് യു ആർ എക്സഗ്രേറ്റിംഗ്. അവൻ അത്ര ടഫാണെന്ന് ഞാൻ കരുതുന്നില്ല. എന്തുകൊണ്ട് നിന്നേക്കാൾ എക്സ്പീരിയൻസ് കുറഞ്ഞ് അവൻ ജയിക്കാനോ? നോ വേ മാൻ. ഇഫ് യു നീഡ് എനി റെഫറൻസ് പ്ലീസ് ഇൻഫോം മീ. ഈ കേസ് അവൻ ജയിക്കില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ കേസ് ജയിക്കാൻ പോകുന്ന നീയാണ്. ഹായ് ബോസ്. Rose, you need anything? Actually, yes. I need you. Are you available now? No. I'm not in mood now. Oh, so disappointed. Oh, sorry. And forget that. It's because of Laya, right? Boss, ഇതിൻ്റെയൊക്കെ വലിയ ആവശ്യമുണ്ടോ? ഇൻട്രസ്റ്റ് ഇല്ലാത്തവരെ വെറുതെ എന്തിനാ ഫോഴ്സ് ചെയ്യുന്നേ? അതും ബോസ് വിചാരിച്ച എത്രയോ ഗോൾസ് ബോസിന് പിന്നാലെ വരും. എന്നോടൊന്ന് ഇൻഫോം ചെയ്യാമായിരുന്നില്ലേ? ബോസ് പറയുന്ന ടൈമിൽ ഗസ്റ്റ് ഹൗസിൽ ഞാൻ എത്തുമായിരുന്നു. ഇതിനു മുമ്പ് എത്രയോ തവണ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. ബോസ്, യു ഡോണ്ട് ഹാവ് ടു വറി. ബോസിനെതിരെ ഒരു വാക്ക് പോലും ഈ കമ്പനിയിൽ ആരും സംസാരിക്കാൻ പോകുന്നില്ല. അതിനുള്ള ധൈര്യമൊന്നും സത്യം പറഞ്ഞ ഇവിടെ ആർക്കും ഇല്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഷാർപ്പ് 7 o'clock ഞാൻ ഗസ്റ്റ് ഹൗസിൽ എത്തിയിരിക്കും. ബി റെഡി. റോസ്, എന്താടി എന്നെ കൊടുക്കാൻ നീയും എന്തെങ്കിലും വല വിരിക്കുന്നുണ്ടോ? ആ ലയയുടെ കൂടെ ചേർന്ന് എനിക്കെതിരെ നീ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞാ എൻ്റെ പൊന്നാര മോളെ, അവളിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. എന്നാൽ നീ ജീവിച്ചിരിക്കണമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. കൊന്ന് കളയും ഞാൻ. ഡു യു അണ്ടർസ്റ്റാൻഡ്? യെസ്. Get out. Rose, 1 minute. എന്താ ബോസ്? Sharp 6:30 in my guest room. Don't forget that.
ദീപക്, എനിക്കറിയാം നിനക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതാണ് വാസ്തവം. ഇന്ത്യയിലെ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു കേസ് ഏറ്റെടുത്ത് വാദിക്കുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനഃപൂർവ്വം കണ്ടില്ലെന്ന് നടിക്കണം. എങ്കിൽ മാത്രമേ നിനക്ക് വിജയിക്കാൻ സാധിക്കൂ. നിന്റെ ക്ലയൻസിന് നീതി വാങ്ങിക്കൊടുക്കണം. അതാണ് നിന്റെ ലക്ഷ്യം. അതുപോലെ തന്നെയായിരിക്കും എതിർവശം വക്കീലിനും. ഓക്കെ, ഐ അണ്ടർസ്റ്റാൻഡ് സർ. പക്ഷെ നീതിക്കെതിരെ പ്രവർത്തിക്കുന്നത് അതാരായാലും എൻ്റെ ശബ്ദം അവർക്കെതിരെ ഉയർന്നിരിക്കും. എന്തിനാണ് സാർ ഈ നിയമവ്യവസ്ഥയൊക്കെ? തെറ്റു ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. അത് തന്നെയാണ് എല്ലാ നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനം. അത് എവിടെയായാലും പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഇന്ത്യ, റഷ്യ, ഓസ്ട്രേലിയ, അമേരിക്ക എന്നൊരു വേർതിരിവില്ല. ദീപക്, യു ആർ റൈറ്റ്. നീ പറയുന്നതിൽ കാര്യമുണ്ട്, ഞാൻ സമ്മതിച്ചു. എന്നാൽ വാക്കുകളേക്കാൾ പ്രാധാന്യം തെളിവുകൾക്കാണ്. ആ തെളിവുകൾ ഉണ്ടെങ്കിൽ യു ആർ വിൻ. തീർച്ചയായും സാർ. സത്യം അതെത്ര ഹൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും ഒരിക്കൽ പുറത്തു വരിക തന്നെ ചെയ്യും. ഒരു തെളിവ് പോലും അവശേഷിക്കാത്ത കേസുകളുമില്ല. ഞാൻ വിശ്വസിക്കുന്നുണ്ട് ജസ്റ്റിസ് അർഹിക്കുന്നവന് അർഹിക്കുന്ന ശിക്ഷ ഞാൻ നേടിക്കൊടുത്തിരിക്കും. സർ, ഞങ്ങൾ കേൾക്കുന്നത് സത്യമാണോ? ഈ കേസ് ഏറ്റെടുത്ത് നടത്താൻ സാറിന് സമ്മതമാണോ? യെസ്, ഈ കേസ് ഞാൻ ഏറ്റെടുത്ത് വാദിച്ചോളാം. ഈ കേസ് വാദിക്കുന്നതിന് നിങ്ങൾ എനിക്ക് പ്രതിഫലമൊന്നും തരണ്ട. ഈ കേസ് ജയിക്കേണ്ടത് എൻ്റെയും കൂടി ആവശ്യമാണ്. സർ, അലക്സ് അവൻ നിസ്സാരക്കാരനല്ല. എനിക്കറിയില്ല അവൻ എന്നെ കൊല്ലാത്തതിൻ്റെ റീസൺ എന്താണെന്ന് എനിക്കറിയില്ല. ഈ കേസിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല. അവൻ്റെ റിയൽ ക്യാരക്ടർ അറിയാവുന്ന ഓഫീസിൽ ആരും തന്നെ എൻ്റെ കൂടെ നിൽക്കില്ല. അവനെതിരെ സംസാരിക്കില്ല. സർ, ഈ കേസ് ഏറ്റെടുക്കുന്നതോടെ സത്യം പറഞ്ഞ സാറിൻ്റെ ജീവൻ കൂടി ആപത്തിലാണ്. ഞാൻ പറയുന്നതല്ലാതെ എനിക്ക് വേണ്ടി സംസാരിക്കാനോ കോടതിക്ക് മുമ്പിൽ സത്യങ്ങളെല്ലാം തെളിയിക്കാനോ ഞങ്ങൾക്ക് ആരുമില്ല. എൻ്റെ കയ്യിൽ വേറെ പ്രൂഫും ഇല്ല. ലയ, നീ അനുഭവിക്കേണ്ടി വന്ന നേരിടേണ്ടി വന്ന അവസ്ഥ അത് നീ പറയുന്നതിനേക്കാൾ വേറെ ആര് പറഞ്ഞാലും അതിൻ്റെ ആഴം മറ്റാർക്കും മനസ്സിലാവണമെന്നില്ല. ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്താൽ തിരിഞ്ഞോടാനല്ല. നിന്റെ അവസ്ഥ ഇനി ഒരിക്കലും വേറെ ആർക്കും നേരിടേണ്ടി വരരുതെന്നുള്ള ഉറപ്പിൽ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ബി ബോൾഡ്. താൻ ഒറ്റയ്ക്കല്ല, തൻ്റെ കൂടെ എന്തിനും തൻ്റെ അച്ഛനുണ്ട്, പിന്നെ ഞാനും. മോനെ, ഒരുപാട് നന്ദിയുണ്ട്. അവസാനത്തെ പ്രതീക്ഷയായിരുന്നു. മോനും കൂടി ഞങ്ങളെ കൈവിട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ മരണമല്ലാതെ വേറൊരു മാർഗം ഞങ്ങളുടെ മുന്നിലുണ്ടാവില്ലായിരുന്നു. നന്ദിയുണ്ട് മോനെ. നന്ദിയുടെ ആവശ്യമൊന്നുമില്ല അച്ഛാ. നീതി അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അലക്സ്, എത്ര കിട്ടിയാലും നീ പഠിക്കില്ല അല്ലേ? ഈ പൊരുത്തി കാരണം നിനക്ക് സൊസൈറ്റിയിൽ നല്ല പേരാ. അതിൻ്റെ പിന്നാലെ നിന്റെ പിയെ ഡാ, അവൾ ഇതിനു മുമ്പ് നിന്റെ കൂടെ കിടന്നിട്ടുണ്ടാവും. പക്ഷെ അതുപോലെയല്ല ഇപ്പോ. സൂക്ഷിച്ചില്ലെങ്കിൽ അലക്സ്, ഇത്രയും വർഷം കൊണ്ട് നമ്മൾ കെട്ടിയുയർത്തിയ സാമ്രാജ്യം, പേര്, പ്രസക്തി എല്ലാം ഒരു ദിവസം കൊണ്ട് ഇല്ലാതാവും. ഡാ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു ആരെങ്കിലും കെട്ടിയൊന്ന് സെറ്റിൽഡ് ആവാൻ. അങ്ങനെയാണെങ്കിൽ ലയെന്നല്ല പിന്നെ ഏതവളുടെ തുറന്നു പറച്ചിലും വെറും റൂമേഴ്സായി മാറ്റാം. പേരിന് ഒരു മാരീഡ് ലൈഫ്, ഒരു വൈഫ്, ദാറ്റ്സ് ഇറ്റ്. അല്ലാതെ നിന്റെ ഭാര്യയെ സ്നേഹിക്കാനൊന്നും ഞാൻ പറയുന്നില്ല. അലക്സ്, ഐ വാണ്ട് ടു നോ വാട്ട്സ് യുവർ പ്ലാൻ. അതോ ഇപ്പോഴും നീ അവനെ ദേവാ? യെസ്, ഹീ ഈസ് ദ ഓൺലി വൺ ബോൺ ഫോർ മീ. അവനെ മറക്കാൻ എനിക്ക് പറ്റുന്നില്ല ദേവാ. ശ്രമിച്ചു ഞാൻ ഒരുപാട്.
അവൻ ഇവിടെയുണ്ട്, എൻ്റെ തൊട്ടരികെ. എനിക്ക് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് മാത്രം എൻ്റെ മനസ്സിനെ ശരീരത്തെ ഒന്ന് ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി മാത്രം. അലക്സ്, നിന്റെ മനസ്സിൽ ഇപ്പോഴും അവനുണ്ടെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ദേവാ, എനിക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല. ഐ വോണ്ട് ഹിം ദേവാ, ഐ വോണ്ട് ഹിം. ഹലോ, വെയിറ്റ് ചെയ്ത് ബോറടിച്ചോ? അപ്പോൾ നിനക്ക് കുറച്ച് നേരത്തെ വന്നൂടെ? പിന്നെ പറയാനെടുത്താ ഓരോ എക്സ്ക്യൂസ് ഉണ്ടാക്കി ഏട്ടനെ കൺവിൻസ് ചെയ്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങണ്ടേ. ഏട്ടനാണെങ്കിൽ വരുന്നതും പോകുന്നതും എല്ലാം സർപ്രൈസ് ആയിട്ടാ. സൂക്ഷിച്ചില്ലെങ്കിലേ നമ്മുടെ റിലേഷൻ ഏട്ടൻ പൊക്കും. പിന്നെ ഏട്ടൻ നോ പറഞ്ഞാ എനിക്ക് വേറെ വഴിയില്ല. അപ്പോൾ നിന്റെ ഏട്ടൻ നോ പറഞ്ഞാൽ നീ എന്നെ വിട്ടുപോകും അല്ലേ? രവി, എനിക്ക് ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഏട്ടനോട് നോ പറയാൻ എനിക്ക് പറ്റില്ല. പപ്പയും മമ്മയും പോയതിന് ശേഷം ഏട്ടനാ എൻ്റെ എല്ലാം. നമ്മുടെ റിലേഷനെ കുറിച്ച് ഏട്ടനോട് പറഞ്ഞാലോ എന്ന് ഞാൻ വിചാരിക്കുകയായിരുന്നു. ഓ എൻ്റെ അപ്പു, നീ ഒന്നും മിണ്ടാതിരുന്നേ. തൽക്കാലത്തേക്ക് ഇപ്പം ആരും ഒന്നും അറിയണ്ട. ദീപക് അറിയേണ്ട ടൈമിൽ ഞാൻ തന്നെ അവനോട് പറഞ്ഞോളാം. പിന്നെ എന്ത് പറയുന്നു അഡ്വക്കേറ്റ് ഗൗതം വർമ്മ? ഇന്നും വഴക്ക് കേട്ടല്ലേ? അദ്ദേഹം എങ്ങനെ നിന്നെ സഹിക്കുന്നു? അപ്പോൾ അവനെ ഞാൻ സഹിക്കുന്നില്ലേ? എൻ്റെ ബുദ്ധിമുട്ട് ആർക്കും അറിയില്ല. ചിലപ്പോൾ തോന്നും അവൻ്റെ അസിസ്റ്റൻ്റ് ആകുന്നതിനേക്കാൾ നിൻ്റെ ഏട്ടൻ്റെ അസിസ്റ്റൻ്റ് ആയാൽ മതിയായിരുന്നു എന്ന്. അവനെ മനസ്സിലാക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. പണത്തോട് മാത്രമാണ് അവൻ്റെ ഇൻട്രസ്റ്റ്. ഓൾമോസ്റ്റ് 1 ഇയറായി ഞാൻ ആ ഗൗതമിൻ്റെ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ബട്ട് ഇതുവരെ പേഴ്സണൽ ലൈഫിനെ കുറിച്ചും അവൻ എന്നോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഏട്ടൻ ഗൗതമിനെ കുറിച്ച് പറഞ്ഞതിലും സത്യമുണ്ട്. നിന്റെ ഏട്ടൻ്റെ പേര് കേൾക്കുന്നതേ അവനെ വെറുപ്പാ. അതിന് എൻ്റെ ഏട്ടൻ എന്താ ചെയ്തേ? ദീപക്കൊന്നും ചെയ്തിട്ടല്ല. പക്ഷേ ഗൗതമിനൊരു ഭയം, നാളെ നിന്റെ ഏട്ടൻ അവനൊരു വെല്ലുവിളി ആവുമെന്ന്. അവന് പറ്റിയൊരു കോമ്പറ്റേറ്ററാണ് നിന്റെ ഏട്ടനെന്ന് അവന് നന്നായി അറിയാം. രവി, നീ പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഏട്ടൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഗൗതം. ക്യാരക്ടറും എല്ലാം. അപ്പോൾ നമ്മൾ തമ്മിലുള്ള റിലേഷൻ സ്റ്റാർട്ടായിട്ട് കുറച്ച് മാസങ്ങളാവുന്നുള്ളൂ. എങ്കിലും അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കാം. നീ പറഞ്ഞു നിങ്ങൾ പഠിച്ചതും കുട്ടിക്കാലം ചെലവഴിച്ചതൊക്കെ അബ്രോഡാണെന്ന്. പിന്നെന്തിനാ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്? രവി, സോറി, ആ റീസൺ എനിക്ക് നിന്നോട് പറയാൻ പറ്റില്ല. എന്നെ ഏട്ടനെ സംബന്ധിച്ച് അത് വളരെ സെൻസിറ്റീവായൊരു ടോപ്പിക്കാണ്. നമുക്കത് വിടാം. ഞാനായിട്ട് തന്നെ നിന്നോട് ഒരിക്കലത് പറയും. പക്ഷേ ഇപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല. ശരി, ഐ ആം വെയിറ്റിംഗ്. ഗൗതം, നീ അവിടെ നിന്നേ. ടൈം എത്രയാണെന്നറിയോ? നിന്നെ വെയിറ്റ് ചെയ്ത് എത്ര നേരം ഞാൻ ഇവിടെ നിൽക്കുന്നതെന്നറിയോ? നീ എന്തിനാ ഓവർ ടൈം വർക്ക് ചെയ്യുന്നേ? ഗൗതം, ആരെ തോൽപ്പിക്കാനാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ആർക്കു വേണ്ടിയാടാ നീ ഇങ്ങനെ സമ്പാദിച്ചു കൂട്ടുന്നേ? മഹി,
നീ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വരണമെന്നില്ല. ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് നിൻ്റെ ഈ വരവെന്ന് എനിക്ക് നന്നായി അറിയാം. പേടിക്കണ്ട. ഗൗതം എന്നും ഒറ്റയ്ക്കായിരുന്നു. ആരുണ്ടായിരുന്നില്ല, ആരും. കുട്ടിക്കാലം തൊട്ടേ കൂടെ നിൽക്കാനും ആശ്വസിപ്പിക്കാനും ആരെങ്കിലുമൊക്കെ ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാ. എന്നാൽ ഇപ്പോൾ ഈ നിമിഷം ആഗ്രഹമില്ലടാ. ഈ ഒറ്റപ്പെടൽ എനിക്ക് പുതിയതൊന്നുമല്ല. പണ്ട് മുതലേ ഈ അനാഥച്ചക്കന് കിട്ടിയത് മറ്റുള്ളവരുടെ പുച്ഛവും പരിഹാസവും മാത്രമാണ്. നിനക്കറിയില്ലേ മഹി, പട്ടിണി കിടന്നിട്ടുണ്ടോ നീ? ഇല്ല. പഠിക്കാൻ വേണ്ടിയുള്ള പണത്തിനു വേണ്ടി മറ്റുള്ളവർക്ക് മുന്നിൽ എപ്പോഴെങ്കിലും നീ കൈകൂപ്പി അപേക്ഷിച്ചിട്ടുണ്ടോ? സ്നേഹം, ദയ, കരുണ ഒന്നും ഞാൻ കണ്ടിട്ടില്ലടാ. കണ്ടതും അനുഭവിച്ചതും പരിഹാസം മാത്രമാണ്. പണമില്ലെങ്കിൽ നമ്മളെ ആർക്കും വേണ്ട. എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ഒരേ ഒരു പാഠം, പണമാണ് എല്ലാം. ഓ, ഞാൻ എന്ത് പറഞ്ഞ് നിന്നെ മനസ്സിലാക്കാം? അറിയാം, നിന്റെ ചെവിയിൽ എന്തൊക്കെ പറഞ്ഞാലും നീ കേൾക്കില്ല, മനസ്സിലാക്കില്ല എന്ന് എനിക്കറിയാം. എന്നാലും പറയാണ്, ഗൗതം, യു ആർ റോങ്. പണമല്ല ജീവിതത്തിലെല്ലാം. പണത്തിന് വേണ്ടിയാണോ കേസിലെ എത്തിക്സ് നോക്കാതെ എല്ലാ കേസും നീ ഏറ്റെടുക്കുന്നേ? എടാ, അതുകൊണ്ട് നിനക്കെന്താ കിട്ടുന്നേ? കുറെ പണം സമ്പാദിച്ചിട്ടും കാര്യമൊന്നുമില്ലടാ. ജീവിതത്തിൽ ആരെങ്കിലുമൊക്കെ വേണം. വേണ്ട മഹി, എന്നെ സഹായിക്കാനും സ്നേഹിക്കാനൊന്നും എൻ്റെ ലൈഫിലേക്ക് ആരും വരണ്ട. അങ്ങനെ എൻ്റെ ലൈഫിലേക്ക് ഞാൻ ആരെയും വരുത്തില്ല. ഗൗതം, നാളെ എന്ത് നടക്കുന്നു നമുക്കറിയില്ല. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിന്റെ ലൈഫിൽ നാളെ എന്ത് സംഭവിക്കുന്നുള്ളതും ദൈവത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ എല്ലാം നിനക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കണ്ട. ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ നീ അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. എനിക്ക് ഉറപ്പുണ്ട്, നിന്റെ മനസ്സറിയുന്ന ഒരാൾ നിന്റെ ലൈഫിലേക്ക് തിരിച്ചു വരും. അന്ന് നിനക്ക് മനസ്സിലാവും പണമല്ല ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന്. അതിനേക്കാൾ മൂല്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ലോകത്ത്.